എറണാകുളം കടവന്ത്ര സ്വദേശിനി പത്മം എന്ന ലോട്ടറി വിൽപ്പനക്കാരിയെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിൽ നടന്ന അന്വേഷണത്തിലാണ് കേരളത്തെ നടുക്കിയ ഇലന്തൂർ നരബലി പുറത്തുവരുന്നത്. കാലടിയിലും കടവന്ത്രയിലും ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന 2 സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പത്തനംതിട്ട ഇലന്തൂരിൽ തിരുമൽ ചികിത്സാ കേന്ദ്രം നടത്തുന്ന ഭഗവത് സിംഗും ഭാര്യയും ചേർന്നാണ് സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള നരബലി എന്ന രീതിയിൽ 2 സ്ത്രീകളെ കഴുത്തറുത്ത് കൊന്ന് ശരീരഭാഗങ്ങൾ അതിക്രൂരമായി കഷ്ണങ്ങളാക്കി വീട്ടുപറമ്പിൽ കുഴിച്ചിട്ടത്. റോസ്ലിൻ, പത്മം എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ, അതായത് ഇലന്തൂർ ഇരട്ട നരബലി കേസിൽ വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ എത്രയും വേഗം പൂർത്തിയാക്കാൻ ആണ് ശ്രമിക്കുന്നതെന്ന് പ്രോസിക്യൂട്ടർ അജകുമാർ പറഞ്ഞു. ഇലന്തൂർ നരബലി കേസിന്റെ വിചാരണ തുടങ്ങുകയാണ്. 2 കേസുകളുണ്ട്. ഒന്ന്, കടവന്ത്ര പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത പത്മ എന്ന സ്ത്രീയുടെ തിരോധാനവുമായിട്ട് അനുബന്ധിച്ചുള്ള കേസാണ് ഇന്ന് തുടങ്ങുന്നത്. അടുത്ത ആഴ്ച ഇതിനോടൊപ്പം തന്നെ കാലടി പോലീസ് രജിസ്റ്റർ ചെയ്ത റോസ്ലി എന്ന് പറയുന്ന സ്ത്രീയുടെ മരണത്തെ സംബന്ധിച്ചും നരബലിയെ സംബന്ധിച്ചുമുള്ള കേസ് തുടങ്ങും. ഏകദേശം 2 കേസിലും 200ഓളം സാക്ഷികൾ വീതമുണ്ട്. വളരെ ദീർഘമായ അന്വേഷണം നടത്തി 90 ദിവസത്തിനകത്ത് തന്നെ കേരള പോലീസ് അതിവിദഗ്ധമായിട്ട് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള കേസാണ്. നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള കൊടും ക്രൂരതയാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. അത് വിചാരണ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വെല്ലുവിളികളുണ്ട്. പക്ഷെ അതെല്ലാം അതിജീവിക്കാൻ കഴിയും എന്നാണ് വിശ്വാസം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, കേരളത്തിന്റെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ അസാധാരണമായൊരു കേസായിരുന്നു പത്തനംതിട്ട ഇലന്തൂരിൽ നടന്നത്. സാമ്പത്തിക അഭിവൃദ്ധിക്കെന്ന പേരിൽ നരബലി നടത്തുന്നു, 2 സ്ത്രീകളെ ക്രൂരമായി കൊന്ന് കുഴിച്ചു മൂടുന്നു. ഈ സംഭവം നടന്നിട്ട് ഏകദേശം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ട് പ്രതികൾ അറസ്റ്റിനായിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷം പിന്നിടുകയാണ്. അതിനിടെ ഇപ്പോൾ വിചാരണ നടപടികൾ ആരംഭിക്കുന്നു. പത്മയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ നടപടികൾ. റോസ്ലിൻ്റെ കൊലപാതക കേസിൽ ഉടൻ തന്നെ, അതായത് 12-ാം തീയതി തന്നെ വിചാരണ നടപടികൾ ആരംഭിക്കും. ഒന്നിച്ചു തന്നെയാണോ ഇതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നത്? ഇന്ന് എന്താണ് കോടതിയിൽ സംഭവിച്ചതെന്നാണ്? ഇന്ന് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 5-ൽ ജഡ്ജി ടി മധുസൂദനനാണ് വാദം കേൾക്കുക. ഈ 2 കേസും ഈ കോടതിയിൽ തന്നെയാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ ആരംഭിച്ചത് പത്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലെ വിചാരണയാണ്. 12-ാം തീയതിയായിരിക്കും റോസ്ലിന്റെ വിചാരണയിലെ കൊലപാതകത്തിലെ വിചാരണ ആരംഭിക്കുക. ഇന്നിപ്പോൾ പത്മയുടെ സഹോദരി പളനി അമ്മയുടെ വിചാരണയാണ് നടന്നത്. ഈ 2 കേസുകളിലുമായി ഏകദേശം 200 വീതം സാക്ഷികളുണ്ടെന്നാണ് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയത്. പ്രോസിക്യൂട്ടർ അജകുമാറാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് അല്പം സമ്മർദ്ദമുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. പക്ഷെ ആ സമ്മർദ്ദങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രോസിക്യൂട്ടറുമുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഓരോരുത്തരെയും, അന്വേഷണ ഉദ്യോഗസ്ഥരെ, ഇതിലെ സാക്ഷികൾ എല്ലാവരെയും വിചാരണ ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും ഇനി അടുത്തുള്ള ദിവസങ്ങളിലൊക്കെ നടക്കുക. 3 പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടായി. എന്തായാലും നമ്മൾ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു ഇലന്തൂരിലെ നരബലി കേസ്. ഇതിൽ 3 പ്രതികളാണുള്ളത്. അതിലൊന്ന് പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷാഫി, 2-ാം പ്രതി നാട്ടുവൈദ്യൻ ഇലന്തൂർ സ്വദേശി ഭഗവത് സിംഗ്, 3-ാം പ്രതി ഭഗവത് സിംഗിന്റെ ഭാര്യ ലൈല. ഇവർ 3 പേരും ഇന്ന് കോടതിയിൽ വന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ കാണുന്നുമുണ്ട്. ഈ കേസിന്റെ ഒരു ചരിത്രത്തിലേക്ക് വന്നാൽ, ഈ ഷാഫി എന്ന് പറയുന്ന വ്യക്തി ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടായി, ശ്രീദേവി എന്നുള്ളൊരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി. അതിൽ ഒരു പോസ്റ്റ് ഇടുന്നു, സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി പൂജ ചെയ്തു കൊടുക്കുമെന്നൊരു കുറിപ്പിടുന്നു. ഈ കുറിപ്പ് കാണുന്ന ഭഗവത് സിംഗും ഭാര്യ ലൈലയും ഈ ഷാഫിയുമായി ബന്ധപ്പെടുന്നുണ്ട്. അതിനുശേഷം ഇവരോട് സംസാരിച്ച ശേഷം
വീട്ടിലൊരു പൂജ നടത്തുന്നതിന് വേണ്ടി ഷാഫിയെ ഇലന്തൂരിലെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇലന്തൂരിലെ വീട്ടിലെത്തി അവിടെ വെച്ചാണ് ഷാഫി പറയുന്നത് ഐശ്വര്യത്തിനും മറ്റും വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ ആവശ്യമാണ്, അവരെ ഒരു ബലി കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകൂ, സമ്പത്തുണ്ടാകൂ എന്നൊക്കെ. ഇത് വിശ്വസിച്ച് ഷാഫി കുറച്ചധികം പണം ഇവരിൽ നിന്നും തട്ടിയെടുക്കുകയും ചെയ്യുന്നു, ഇവരിൽ നിന്നും വാങ്ങിയെടുക്കുകയും ചെയ്യുന്നു. പിന്നീടാണ് നമ്മൾ ഈ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ഈ കേസിലേക്ക് നയിച്ച രണ്ട് സ്ത്രീകൾ, ഒന്ന് പത്മ, മറ്റൊന്ന് റോസ്ലിൻ, ഇവരെ രണ്ടുപേരിലെയും ഇവർ എത്തുന്നത്, ഈ ലൈലയും ഭർത്താവും എത്തുന്നത് സിനിമയിൽ അഭിനയിക്കാമെന്ന വ്യാജേന എന്ന് കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇവരിലേക്ക് എത്തുന്നത്. ഇവര് ഒരാൾ തമിഴ്നാട് സ്വദേശിയാണ്, കുറച്ച് നാളുകളായി എറണാകുളത്ത് തന്നെ താമസിക്കുന്നതാണ്, മറ്റൊന്ന് ആലപ്പുഴ സ്വദേശിയാണ്. ആദ്യം ഈ റോസ്ലിനെ വിളിച്ചു വരുത്തുന്നു. റോസ്ലിനെ വിളിച്ചു വരുത്തിയ ശേഷം ഇത്തരത്തിൽ ഗുരുതരമായി ആക്രമിക്കുക, അവരുടെ തല അറുത്തുമാറ്റി, കൈകാലുകളൊക്കെ അറുത്തുമാറ്റിയ ശേഷം വീട്ടിൽ കുഴിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് പോലീസ് പറയുന്നതനുസരിച്ച് ഇവരുടെ മാംസം, ഈ മരിച്ച റോസ്ലിന്റെ മാംസം പോലും ഈ മൂന്ന് പ്രതികളും ഭക്ഷിച്ചു എന്നതാണ് വളരെ കൊടും ക്രൂരം. നമുക്കിത് ചിന്തിക്കാൻ പോലും കഴിയാത്ത, അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ പോലും എത്ര ഭയാനകമായിട്ടാണ് ഇവരവരെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ മാംസങ്ങൾ ഭക്ഷിച്ചത് നമുക്ക് തോന്നിപ്പോകും. അതിനുശേഷമാണ് പിന്നീട് പത്മയെ വിളിച്ചു വരുത്തുന്നു. പത്മയിലേക്ക് എത്തുന്നത് ഈ ഷാഫി പറയുന്നത്, നിങ്ങൾക്ക് ഈ ആദ്യം ചെയ്ത നരബലിയിൽ അതിൽ പൂർണ്ണമായിട്ടുള്ള തൃപ്തരല്ല, മുൻജന്മത്തിലുള്ള പാപങ്ങൾ കൂടി മാറേണ്ടതുണ്ട്, അതിനായി ഒരു സ്ത്രീയെയും കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള പത്മയിലേക്കും ഇവർ എത്തുന്നത്. ഇവരും എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, ലോട്ടറി ഒക്കെ വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. പിന്നീട് പത്മയെയും കൊലപ്പെടുത്തുന്നുണ്ട്. പത്മയുടെയും ശരീരഭാഗങ്ങൾ വീട്ടിൽ കുഴിച്ചിട്ട നിലയിൽ പിന്നീട് പോലീസിന് കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട്. ആദ്യം പരാതി നൽകിയത് ഈ റോസ്ലിന്റെ സഹോദരിയും മകനുമാണ്. ആദ്യം പരാതി നൽകിയത് തന്റെ അമ്മയെ കാണുന്നില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു. അത് 2022 ജൂൺ 7 അത്തരത്തിലൊരു പരാതി നൽകിയത്. പോലീസിൽ അന്വേഷണം നടക്കുന്നു. പോലീസിന്റെ അന്വേഷണത്തിലാണ് ഒടുവിൽ ഈ ഇലന്തൂരിലേക്ക് ഈ കേസ് വഴി നീളുന്നത്. ഇങ്ങനെ ഒരു തിരോധാന കേസ് ഉണ്ടെന്ന് അറിയുന്നു. പിന്നീട് CCTV അടക്കം പരിശോധിച്ചു. പിന്നീടുള്ള അവരുടെ മെസ്സേജുകൾ, ഫോൺ പരിശോധനയിൽ നിന്നൊക്കെയാണ് ഇലന്തൂരിലെ ഈ വീട്ടിലേക്കും അന്വേഷണ സംഘം എത്തുന്നത്. തുടർന്ന് ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലാണ് ഇതൊരു നരബലിയാണെന്ന് പോലീസിന് മനസ്സിലാകുന്നതും. അതേസമയം തന്നെയാണ് കാലടി പോലീസ് സ്റ്റേഷനിലേക്കും ഒരു പരാതി എത്തുന്നുണ്ട്. അത് റോസ്ലിന്റെ മകളാണ് പരാതി നൽകിയത്, പത്മയുടെ മകളാണ് പരാതി നൽകിയത്. ഇങ്ങനെ തന്റെ അമ്മയെ കാണാനില്ല എന്നുള്ളൊരു പരാതി. ഈ ചോദ്യം ചെയ്യൽ, അതായത് ലൈലേനെയും ഭർത്താവിനെയും ഷാഫിയെയും ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് തങ്ങൾ മറ്റൊരാളെ കൂടി കൊലപ്പെടുത്തി എന്നുള്ള കാര്യങ്ങൾ വെളിപ്പെടുന്നത്. പിന്നീട് കാലടി പോലീസുമായി കടവന്ത്ര പോലീസ് ബന്ധപ്പെടുന്നു. തുടർന്ന് ഇത്തരത്തിലൊരു തിരോധാന കേസിന്റെ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. പിന്നെ കുടുംബത്തോടടക്കം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. പിന്നീട് എലന്തൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ കണ്ടെത്തിയത്. അങ്ങനെ നമുക്ക് ഇപ്പോഴും അറിയാം, വലിയ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ഇലന്തൂരിലെ നരബലി. 3 പ്രതികളാണ് ഈ കേസിലുള്ളതെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. 90 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും അതിനൊക്കെ ഒടുവിലാണ് കോടതി ഇപ്പോൾ വിചാരണ ആരംഭിച്ചിരിക്കുന്നത്. എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കി പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഉണ്ടാകുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് പ്രോസിക്യൂട്ടർ. തീർച്ചയായും നവമി, ഇത് കഴിഞ്ഞ വർഷമാണ് ഈ പ്രതികൾക്കെതിരെ കോടതി കുറ്റം ചുമത്തുന്നത്. പിന്നെ വീണ്ടും നീണ്ടുപോയി വിചാരണ നടപടി ആരംഭിക്കുക. അതായത് ഏകദേശം 2025 ഏപ്രിലായിരുന്നു അത്തരം നടപടികളിലേക്ക് കോടതി കടന്നത്. വിചാരണ നടപടികൾ എത്ര നാൾ നീളും എന്നാണ് പ്രോസിക്യൂഷൻ്റെ ഒരു അനുമാനം. കാരണം ഏകദേശം 2 കേസുകളിലുമായി 200-ലധികം സാക്ഷികളുണ്ട്. നിരവധി ആളുകളെ വിസ്തരിക്കണം. വളരെ സങ്കീർണമായിട്ടുള്ള കേസാണ്. പക്ഷേ വളരെ പഴുതടച്ചുള്ള അന്വേഷണമായിരുന്നു പോലീസ് നടത്തിയത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് കാര്യങ്ങൾ ഇനി എളുപ്പമായിരിക്കുമോ? പ്രോസിക്യൂട്ടർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, കൃത്യമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് അതിന്റെ ഒരു കാലഘട്ടം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും പ്രോസിക്യൂട്ടർ പറയുന്നതനുസരിച്ച് 200ഓളം സാക്ഷികളാണ്, 200ഓളം വീതം സാക്ഷികളാണ് 2 കേസുകളിലുമായി ഉള്ളത്. അപ്പോൾ ഇവരെല്ലാം വിശദമായി വിചാരണ ചെയ്തതിനു ശേഷമായിരിക്കും കോടതി വിധി പറയുക. എന്തായാലും പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രോസിക്യൂട്ടർ. എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കി ഇതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. തീർച്ചയായും നവമി, നിലവിൽ ഈ കേസിൽ ഭഗവത് സിംഗ്, ലൈല, മുഹമ്മദ് ഷാഫി ഈ 3 പേരാണ് പ്രതികളായിട്ടുള്ളത്. 3 പേർക്കെതിരെയും സമാനമായ കുറ്റകൃത്യങ്ങൾ തന്നെയായിരുന്നോ പോലീസ് ചുമത്തിയിട്ടുള്ളത്? കാരണം ഇവരുടെ സഹായിയായി പ്രവർത്തിച്ച ഷാഫിയുടെ പങ്ക്, അതുപോലെ തന്നെ ഈ ഭഗവത് സിംഗിൻ്റെ ഭാര്യയുടെ പങ്ക്, ഇതൊക്കെ കൃത്യമായി അന്വേഷണത്തിൽ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ തെളിവുകളും പൂർണ്ണമായും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷേ ഇനിയുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം പല കേസുകളിലും ഈ സാക്ഷിമൊഴി, അതുപോലെ തന്നെ തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ, ഇതൊക്കെയാണ് ഈ കേസിൽ വിചാരണ നടപടികളിലൊക്കെ, അല്ലെങ്കിൽ കേസിൽ ഈ ശിക്ഷ വിധിക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുമ്പോൾ ഇതൊക്കെയായിരിക്കും കൂടുതലായും പരിഗണിക്കുക. നിലവിൽ ശാസ്ത്രീയ തെളിവുകൾ മാത്രമല്ല, കാരണം കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളടക്കം ഈ കേസിലേറെ നിർണായകമല്ലേ? തീർച്ചയായിട്ടും എല്ലാം കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് ഇലന്തൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഈ 2 സ്ത്രീകളുടെയും അവയവങ്ങൾ, മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൈയും കാലും ഒക്കെ ഓരോ ഇടങ്ങളിലായി കുഴിച്ചിട്ട നിലയിലായിരുന്നു. ഇതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഇവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധവും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവരുടെ കുടുംബവുമായി നടത്തിയ മകളും മകനും, ഇവർ 2 റോസ്ലിന്റെയും പത്മയുടെയും മകളും മകനുമായിട്ട് DNA പരിശോധന നടത്തിയതിൽ നിന്നും ഇവരുടെ മാതാവ് ആണ് മരിച്ചതെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. എന്നാലും പോലീസിന്റെ ഭാഗത്ത് നിന്നും എല്ലാം കൃത്യമായി തന്നെ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെല്ലാം കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ടെന്ന് തന്നെയാണ് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുന്നത്. 90 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. 3 പ്രതികൾ മാത്രമാണ് ഉള്ളത്. ഭഗവത് സിംഗ്, ഷാഫി, അതോടൊപ്പം തന്നെ ഭഗവത് സിംഗിന്റെ ഭാര്യ ലൈല. ഇവർ 3 പേർക്കും ഈ നരബലിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എല്ലാവർക്കും തുല്യമായിട്ടുള്ള എല്ലാ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. കൃത്യമായി തന്നെ ഇവരുടെ പങ്ക് വ്യക്തമാക്കുന്ന വകുപ്പുകൾ ചുമത്തി തന്നെയാണ് പോലീസ് കേസ് അന്വേഷിച്ചതും കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചു. അത് കടവന്ത്രയിലും കാലടിയിലും 2 നടുക്കിയ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച കേസായിരുന്നു ഇലന്തൂർ ഇരട്ട നരബലി. അസാധാരണമായ കേട്ടുകേൾവിനാത്ത കേസ്. അതായത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി 2 സ്ത്രീകളെ, അതും ലോട്ടറി വിൽപ്പനക്കാരിയായ 2 സ്ത്രീകളെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. അവരുടെ ശരീരം അതിനുശേഷം അവർ മറവ് ചെയ്യുന്നു. ചില ശരീരഭാഗങ്ങൾ ഈ പ്രതികൾ തന്നെ പാകം ചെയ്ത് ഭക്ഷിക്കുന്നു. അങ്ങനെ അങ്ങേയറ്റം നികൃഷ്ടമായ, കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന, അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു ഇലന്തൂരിൽ നടന്നത്. ഈ സംഭവം നടന്നത്, അതായത് ഈ കേസിൽ പ്രതികൾ അറസ്റ്റിനായി 3 വർഷം പൂർത്തിയാകുമ്പോൾ, അതായത് 4 വർഷം തികയുന്നതിന് മുൻപ് തന്നെ ഈ കേസിൽ വിചാരണ നടപടികളിലേക്ക് കടക്കുകയാണ്. അതിവേഗത്തിൽ തന്നെ വിചാരണ പൂർത്തിയാക്കി പ്രതികൾക്ക് ശക്തമായ ശിക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.